നമ്മൾ എഫേസോസ് ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഡ്രൈവർ ചേട്ടൻ ഇവിടെ നല്ല ഒലിവ് ഓയിലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയിൽ കൊണ്ടുവന്നാണ്. സോനിയ ഷോപ്പാണ്. നമ്മളിപ്പോൾ സെൻറ്റ് ജോൺസ് ബസിലിക്കയിലാണുള്ളത്. ഇവിടെയാണ് സെൻറ്റ് ജോൺസിൻ്റെ ട്യൂംബ് ഉള്ളതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടിയിൽ ഈ പള്ളി, ഇതിൻ്റെ റൂയിൻസ് ആണിത്. ഇതിപ്പോൾ തകർന്നു പോയതാണ്, പണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ അടിയിലുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരാൾക്ക് എത്ര പൗണ്ടാണ് വരുന്നത്? ഇവിടെ ഒരാൾക്ക് 210 ലിറയാണ്, ഏകദേശം 6-7 പൗണ്ടോളാണ് എൻട്രൻസ് ഫീ. വലിയ കുഴപ്പമില്ല. നമ്മൾ എഫേസൂസ്, സിറ്റി ഓഫ് എഫേസൂസിൽ കയറിയപ്പോഴായിരുന്നു കൊലച്ചതി 52 പൗണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് എല്ലാവരും യൂറോ എടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂറോ ആയിട്ട് പൈസ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എല്ലായിടത്തും ലിറ മാത്രമേ, ടർക്കിഷ് ലിറ മാത്രമേ പൈസ ആയിട്ട് എടുക്കുള്ളൂ. ബാക്കിയൊക്കെ കാർഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പൈസ എടുത്തൊന്നും യൂസ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ എന്താ പറയുക, കാർഡ് പേയ്മെൻറ്റ് നടക്കേണ്ടിയും വന്നു. നമുക്ക് യൂറോയിൽ പേ ചെയ്യാം, പക്ഷേ അത് എന്താ പറയുക, കാർഡ് പേയ്മെൻ്റ് ആയിട്ടേ പറ്റുള്ളൂ. പൈസ ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ലിറയിൽ തന്നെ കൊടുക്കണം. സെന്റ് ജോണിനെ ഡൊമിനീഷ്യന്റെ റോമിൽ നിന്ന്, പഴയ റോമാണ് ഇവിടെ നിന്ന് പാത്മോസ് എന്ന് പറയുന്ന ഐലൻഡിലേക്ക് നാട് കടത്തിയെന്നും അവിടെ ഇരുന്ന് ആണ് ജോൺ റെവലേഷൻസ് എഴുതിയതെന്നും ഒരു വിശ്വാസമുണ്ട്. അതിനുശേഷം ഡൊമിനീഷ്യന്റെ കാലശേഷം സെന്റ് ജോൺ തിരിച്ച് എഫേസൂസിലേക്ക് വന്നുവെന്നും പിന്നീടുള്ള കാലം അദ്ദേഹം ഇവിടെ ജീവിച്ചു, ഇവിടെ മരിച്ചു, ഇവിടെയാണ് അടക്കിയതെന്നുമാണ് വിശ്വാസം. പിന്നീട് 6-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായ ജസ്റ്റീനിയൻ ഒന്നാമൻ സെൻറ്റ് ജോണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന അയൽച്ചുക്ക് എന്ന് പറയുന്നത് ഒരു ഹില്ലാണ്. ഇതിൻ്റെ സ്ലോപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ബസിലിക്ക പണി കഴിപ്പിച്ചു എന്നാണ് വിശ്വാസം. സെൻറ്റ് ജോണിൻ്റെ ട്യൂംബ് കണ്ടെത്തിയിട്ടില്ല. അതിനുവേണ്ടി ഇപ്പോഴും ആർക്കിയോളജിസ്റ്റ് ഇവിടെ എക്സ്കവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റും, ഇവിടെ സൈഡിലൊക്കെ കുഴി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, ബൈബിളിലെ 4-ാമത്തെ സുവിശേഷമായ യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം സെൻറ്റ് ജോൺ ഈ കുന്നിൻ്റെ ചെരുവിലിരുന്നാണ് എഴുതിയതെന്നും ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതാണ് മോഡൽ ബസിലിക്ക. ഇങ്ങനെയായിരുന്നു ഈ ബസിലിക്ക ഒറിജിനലി ഉണ്ടായിരുന്നത്. ഇതൊരു കുരിശിൻ്റെ ഷേപ്പിലാണ് ഉള്ളത്. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിലുള്ള അപ്പസ്തോലന്മാരുടെ പള്ളിയോട് സാമ്യമുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇതിന്. ഇതാണ് ഇതിന് മുകളിലുള്ള എന്താണ്, കാസൽ, നോർത്ത് ഓഫ് ദി ചർച്ച്. According to the tradition, Saint John wrote his gospel on this beautiful hill. His gospel on this beautiful hill and prayed there. This church might have been built for the memory of Saint John. Okay. So ഇവിടെ ഇരുന്നാണ് യോഹന്നാൻ സ്ലീഹ സുവിശേഷം എഴുതിയത് എന്നാണ് പറയുന്നത്. ആ കാണുന്നതാണ് ഇവിടെയുള്ള ഈ കാസിൽ. ഇപ്പോൾ ഇത് ടർക്കിഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 സൈഡിൽ ഇവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത സാധനങ്ങളാണെന്ന് തോന്നുന്നു. കല്ലും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും കുഞ്ഞു കുഞ്ഞു മരങ്ങൾ നിൽപ്പുണ്ട്. അത് പോംഗ്രാനൈറ്റ്സും പീച്ചസും ആണുള്ളത്. ഇവിടെ ആണെങ്കിൽ എപ്പോഴും എക്സ്കവേഷൻസ് നടന്നുകൊണ്ടിരിക്കുക. ഭരണികൾ കുഴിച്ചെടുക്കുന്നുണ്ട്, കൽഭരണികൾ. ഇതിനകത്ത് കാനായിലെ വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കുറേ ഇങ്ങനെ കൽഭരണികൾ കുഴിച്ചുകൊണ്ടിരിക്കുക. അവരിപ്പോഴും ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ട്യൂമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കുഴിച്ചെടുത്ത് കുടം ദാ അവിടെ ഇരിപ്പുണ്ട്. കുടമല്ല, കൽഭരണി. അവിടെയും കുഴിച്ച് കൽഭരണികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ ആർട്ടിമിസ് ടെമ്പിൾ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. നടന്ന് പണ്ടാരടങ്ങി. അപ്പം ഇനിയിപ്പോൾ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഇതാ ഇപ്പോൾ ഈ കാണുന്നതാണ്, നമ്മളിവിടെ എത്തി. ഇതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറണം എന്ന് തോന്നുന്നു. അതായത് ഏൻഷ്യൻ വേൾഡിലെ 7 വണ്ടേഴ്സിൽ ഒന്നാണ് ആർട്ടിമീസ് ടെമ്പിൾ എന്ന് പറയുന്നു. ഇപ്പം ആകെ ഈ ഒരു കോളം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എൻ്റെ ഒറിജിനൽ പടത്തിൻ്റെ ഒരു പിക്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. അല്ല, ഒറിജിനൽ ടെമ്പിളിൻ്റെ ഒരു പിക്ചർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. ഇതാണ് ആർട്ടിമീസ് ടെമ്പിൾ. അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു കോളവും ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്നത്തെ കറക്കമെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഡിന്നർ കഴിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈസ്റ്ററും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഫുൾ ഈസ്റ്ററിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നിറയെ സ്വീറ്റ്സും ബണ്ണീസും ഒക്കെ ഉണ്ട്. പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സും ഒക്കെ ഉണ്ട്. ഇവരുടെ ഫുഡ് ഭയങ്കര രസമായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല.